ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എത്ര അൺഹെൽത്തി ആയി എന്ന് മുദ്ര കുത്തിയാലും മലയാളികൾക്ക് പൊറോട്ട വിട്ടിട്ടൊരു കളിയില്ല അല്ലേ? വല്ലപ്പോഴുമൊക്കെ ഒരു ചേഞ്ചിന് പൊറോട്ട ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിരം പൊറോട്ടയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പൊറോട്ടയാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു സൈഡ് ഡിഷും ഇല്ലാതെ വെറുതെ കഴിക്കാൻ ഈ ഒരു ഫ്ലേക്കി ലെയർഡ് പൊറോട്ട വളരെ സ്വാദാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കറിയുടെ കൂടെ കോമ്പിനേഷനായും സൂപ്പറാണ്. ഈ ഒരു പൊറോട്ട ശരിക്കും ഉള്ളിയുടെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ അമ്മയുടെ ഉള്ളി ഇല പൊറോട്ട കണ്ടിട്ട് വരാം. സ്പ്രിംഗ് ഓണിയൻ പൊറോട്ട. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ ഉള്ളിയുടെ ഇല ചേർത്തിട്ടുള്ള ഈ ഒരു പൊറോട്ട എന്നോ ചപ്പാത്തിയെന്നോ എന്തായാലും കാര്യത്തിൽ വളരെ നല്ല സ്വാദുള്ള ഒരു സംഭവമാണ്. ഇത് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫില്ലിംഗ് ആയിട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ആ ബാറ്ററിനകത്ത് തന്നെ നമ്മുടെ ഉള്ളിയില അരിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ അത് ലെയർ കിട്ടാനായിട്ട് പല വിധത്തിൽ നമുക്ക് ചെയ്യാം. ഒത്തിരി രീതികളുണ്ട്. അപ്പം ഞാനതിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള 1-2 മെത്തേഡ്സാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ ഈസി ആയിട്ടുള്ള 1-2 മെത്തേഡ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 മെത്തേഡ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ്, അതായത് ഇതുപോലെ ഒരു ബേസിനിലേക്ക് ഒരു 500 ഗ്രാം മൈദ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു 200 ml ഗ്ലാസ്സിൽ 3 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൈ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ബാക്കി നമ്മൾ വെള്ളം ചേർക്കുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളെടുക്കുന്ന പൊടിയുടെയൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം വരും കേട്ടോ. നാടൻ കേരള പൊറോട്ട ഈസിയായി തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണം. ഇതിപ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കുഴച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതലിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പുറത്ത് 1 ടീസ്പൂൺ ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതങ്ങ് അടച്ച് മാറ്റി ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ ഗ്രീൻ പാർട്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 കപ്പ് നല്ല ചൂടാക്കിയ ഓയിലാണ്, അതും ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ആ സ്പ്രിംഗ് ഓണിയനിലെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കുഴച്ച് വെച്ച മാവൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അധികം കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയ ശേഷം ഇതിനെ നമുക്ക് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഈക്വലായിട്ട് നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിൽ. ഇനി ഓരോ പീസും എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. 7 ബോൾ കിട്ടിയിട്ടുണ്ട്. പുറത്ത് ഓയിലൊന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഓരോ ബോൾസും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഓരോ ബോളും എടുത്ത് ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിൻ്റെ പുറത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കണം.
രണ്ടറ്റവും ഒന്ന് പതുക്കെ കൈകൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരത്തില്ല. അതുപോലെ ഈ ജോയിൻറ്റും എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് സെക്യൂർ ആക്കി എടുക്കണം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്ത ശേഷം ഇതുപോലെ റൗണ്ടായിട്ടങ്ങ് റോൾ ചെയ്ത് എടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് ചുരുട്ടി എടുക്കത്തില്ലേ, ആ ഒരു സ്റ്റൈലിലാണ്. ഇനി പതുക്കെ റോളിംഗ് പിന്നുകൊണ്ട് ഇതൊന്ന് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇത്രയും മതി. ഒരെണ്ണം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു തിക്കായിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് പതുക്കെ പരത്തിയെടുത്താലും മതി. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് പരത്തുമ്പം ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാതെ വളരെ ശ്രദ്ധിച്ച് അധികം ബലം കൊടുക്കാതെ വേണം പരത്തി കൊടുക്കാൻ. ഇതുപോലെ കൈകൊണ്ട് വേണമെങ്കിലും അങ്ങ് പരത്തിയെടുക്കാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് റോളിംഗ് പിന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ റൗണ്ടിൽ തിക്കായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടാൽ നമ്മുടെ മധുരൈ ബൺ പൊറോട്ടയൊക്കെ ഇല്ലേ, ബൺ പൊറോട്ടയൊക്കെ പോലെ ഉണ്ട് അല്ലേ. ബൺ പൊറോട്ടയുടെ ഒരു സൈസിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു തവ ഞാൻ സ്റ്റൗവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഓരോ പൊറോട്ടയും തവയിലേക്ക് വെച്ച് കൊടുക്കാം. അല്പം ഓയിൽ അതിൻ്റെ ചുറ്റിനും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു വശം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആ ഉള്ളിയൊക്കെ അങ്ങ് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മുടെ ശരിക്കും മലയാളികളുടെ ഒരു പൊറോട്ട തന്നെയാണിത്. ഒന്ന് തിരിച്ചു മറിച്ചുമിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത പൊറോട്ടയെ നമുക്ക് തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഇതേ രീതിയിൽ തന്നെ ഈ ഒരു പൊറോട്ടയും നമുക്ക് റെഡിയാക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കളർ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറാണ്. ഇപ്പോൾ എല്ലാ പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 1-2 എണ്ണം കഴിച്ചാൽ മതിയാകും. കറിയുടെ കൂടെയും കഴിക്കാം. ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമില്ല ശരിക്കും, അത്രയ്ക്ക് സ്വാദാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ലെയേർഡ് പൊറോട്ടയാണ്. കണ്ടില്ലേ. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ മാവിനോടൊപ്പം ഈ ഉള്ളിയില ചേർത്ത് കുഴച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനായിട്ട് ഒരു ബേസിനിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻസ് ആണ്, അതും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 500 ഗ്രാം മൈദ കൂടി ചേർക്കാം. ഇനി അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സാക്കി എടുക്കുന്നത്. ആ ചൂടുവെള്ളമൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തി ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കി ചേർക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം കേട്ടോ. അത് ആദ്യം തന്നെ ചേർത്ത് കുഴയ്ക്കണം, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം ഓയിൽ അതിൻ്റെ പുറത്തൊന്ന് തൂത്ത് കൊടുക്കാം. അതും ഇതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം അതിൽ വെച്ച് നമുക്ക് ചെറുതായിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്കിനിയും നല്ല നീളത്തിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഈക്വൽ ബോൾസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരേപോലത്തെ ഒരു 8 ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കാം. ആദ്യം തന്നെ കുറച്ച് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നല്ല റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കണം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ നീളത്തിലാണ് പരത്തിയത്. ഇപ്പം നല്ല റൗണ്ടായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നല്ല റൗണ്ടായി പരത്തിയിട്ടുണ്ട്. ഇനി ഒരു നൈഫ് കൊണ്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ അറ്റത്തേക്കങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഉള്ളിലെ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ സൈഡിലോട്ടങ്ങ് റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഈ ജോയിൻ്റ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഒന്ന് താഴെ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വട്ടത്തിൽ പരത്തിയ ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നൈഫ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ തന്നെ വേറൊരു വിധത്തിൽ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1-2 മെത്തേഡ്സ് കാണിക്കുന്നത്. ഇത് നല്ല ലെയറോട് കൂടി ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി ബാക്കി 4 ഈ ഒരു മെത്തേഡിലും ചെയ്തെടുക്കാം. അതും ഇതുപോലെ നല്ല റൗണ്ടായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം പുറത്തൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലായിട്ടൊരു ചെറിയ റൗണ്ട് സ്പേസ് വിടണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു കട്ടോരി നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നൈഫ് കൊണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യണം. ഇതിപ്പോൾ 6 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ പീസ് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അതൊരു വലിയ പീസായിട്ട് നമ്മൾ വിടണം. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കട്ട് ചെയ്ത ഓരോ പീസും സെൻറ്ററിലേക്ക് അങ്ങ് ഫോൾഡ് ചെയ്യണം. ഈ വലിയ പീസ് കൊണ്ട് ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വീണ്ടും ഇതൊരു റൗണ്ട് ബോളാക്കി എടുക്കണം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലെയർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. കണ്ടില്ലേ? ഇപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു ബോളാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കി 3 ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ വളരെ ഈസിയാകും. അത്രയും ലെയർ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിലും. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ആദ്യത്തെ വിധത്തിൽ ചെയ്തു. ബാക്കി 4 സെക്കൻഡ് മെത്തേഡിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും നമുക്ക് നന്നായിട്ട് റൗണ്ടായിട്ട് തന്നെ ആദ്യത്തേതുപോലെ പരത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ലെയർ കിട്ടുകയുള്ളൂ. ഇതുപോലെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ട് റൗണ്ടായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഓരോ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. തവ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തിരുന്ന 4 ആദ്യം ചുട്ടെടുക്കാം. ഒരു വശം കുമിള വന്ന് തുടങ്ങിയാൽ മറുവശത്തേക്ക് മറിച്ചിടണം. ചട്ടവും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ? ഇതും ഇപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ചെയ്തതാണ്. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ റോൾ ചെയ്തെടുത്തില്ലേ, ആ ഒരു മെത്തേഡിൽ. ഇത് ഗോതമ്പിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അറിയാമല്ലോ, ടേസ്റ്റ് ഇത്രയും ഉണ്ടാവില്ലെന്ന് മാത്രം. അപ്പോൾ അതും വളരെ ഹെൽത്തിയാണ്. ഗോതമ്പിൽ ഇതുപോലെ ഉള്ളിയില ചേർത്തിട്ട് ചെയ്താൽ. സ്ഥിരമായി കഴിക്കാനാണെങ്കിൽ ഗോതമ്പ് തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ വൺസ് ഇൻ എ വൈലൊക്കെ ഇതുപോലെ മൈദയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ സ്വാദ് അടിപൊളി സ്വാദാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം.
ഇതുപോലെ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയാൽ പിന്നെ കേരള പൊറോട്ട നമ്മൾ പാടെ മറക്കും കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ ഗ്രീൻ ലീവ്സ് ഒക്കെ ഇട്ട് ചെയ്യുന്നതല്ലേ, എന്തായാലും കുറച്ചും കൂടെ ഹെൽത്തി ആവും. ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ ആ ഇലയൊക്കെ തവയിൽ കിടന്ന് അങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, എന്താ മണമെന്നറിയാമോ. ഏത് കറിയുടെ കൂടെയും ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ റോൾ ചെയ്തും കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം രണ്ടാമത്തെ മെത്തേഡിൽ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തതാണ്. ഇത് കണ്ടില്ലേ, ഒറ്റ കുമ്പിളയായിട്ട് വരും, കണ്ടില്ലേ. നല്ല ലെയറും കിട്ടും. ഈ കറിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഈ പൊങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു പോക്കറ്റ് ഒന്ന് ഒരു സിസർ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു മുട്ട വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ സ്വാദ് ഒന്നും കൂടി കൂടിയെന്ന് തന്നെ പറയാം. ഇതുപോലെ പൊങ്ങി വരുമ്പോൾ ആ സിസർ കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് കുക്കാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഡിന്നറിനും നല്ലതാണ്, ലഞ്ചിനും നല്ലതാണ്. വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ഒരു ചേഞ്ച് അല്ലേ. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ആദ്യത്തെ 4 പൊറോട്ടയാണ് ആദ്യത്തെ മെത്തേഡിൽ ചെയ്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്ത 4 പൊറോട്ട. ഇതിൻ്റെ ഒരു മണവും ടേസ്റ്റും വളരെ ടെംപ്റ്റിംഗ് ആണ്. ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറയണം. നല്ല സോഫ്റ്റാണ്, ലേയർഡാണ്, ഫ്ലേക്കി പാൻ കേക്കാണ്. വേണമെങ്കിൽ പൊറോട്ട അടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ ലെയറൊക്കെ ഒന്ന് വിട്ടുവരും. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര ചൂടാണ്, കൈ പൊള്ളുന്നു. ഇതൊക്കെ കണ്ടില്ലേ, അയ്യോ ഭയങ്കര ചൂടാണേ, കൈ തൊടാൻ മേല, കൈ പൊള്ളുന്നു. ഇതൊക്കെ കണ്ടില്ലേ, എന്താ ലെയറെന്ന് നോക്കിയേ, ഉള്ളിലൊക്കെ എത്ര ലെയേഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയായാലും നമ്മുടെ കേരള പൊറോട്ടയിൽ നിന്ന് കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ ഇത്. നമുക്ക് ഉണ്ടാക്കാൻ അത്രയും മെനക്കേടില്ല, കൂടുതൽ നേരം ഇട്ട് കുഴയ്ക്കണ്ട, അത്രയും നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ലീവ്സൊക്കെ ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിലും കൂടുതൽ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്, ടെംപ്റ്റിങ്ങുമാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ആ എഗ്ഗ് ഫില്ല് ചെയ്തെടുത്തതാണ്. അടിപൊളി സ്വാദാണ് ഇതിനും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ 2 മെത്തേഡ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡിൽ തന്നെ 2 രീതിയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഈ ഒരു പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. സ്പ്രിംഗ് ഒണിയൻ എന്ന് പറയുന്ന എല്ലാ കടകളിലും കിട്ടുന്നതാണ്. മൈദയും എല്ലാവരുടെയും വീട്ടിൽ കാണും. നിങ്ങൾക്ക് അതല്ല ഗോതമ്പിൽ ചെയ്യണമെങ്കിൽ ഗോതമ്പിലും ചെയ്തെടുക്കാം. പക്ഷേ ഒരു പ്രാവശ്യം മൈദയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അറിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്കിത് ഗോതമ്പിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം. ഇത് ശരിക്കും ഒരു ട്രഡീഷണൽ ചൈനീസ് പാൻ കേക്കാണ്. അപ്പം ഞാൻ കുങ് പാവ് ചിക്കൻ ഇട്ടപ്പം അതൊരു ചൈനീസ് ഡിഷായിരുന്നു, നേരത്തെ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു ചൈനീസ് പാൻ കേക്കിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്താ കോമ്പിനേഷൻ എന്നറിയാമോ, അടിപൊളി സ്വാദാണ്. ചൈനീസ് ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതെ വരികയില്ല, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ മറക്കാതെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.